ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പോൾ എങ്ങോട്ടും പോകില്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഗേൾസിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി നോക്കാം. അങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ അതിന് തോന്നിയതാണ്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ കൂടി എടുക്കാൻ വിചാരിച്ചു. സോ അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണെന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഞാൻ എൻ്റെ ഫേസിൽ നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആ ക്യാമറയിൽ നോക്കിയിട്ട് ചെയ്യുമ്പോൾ എന്തോ പോലെ ഒരു കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. നമുക്ക് എന്തായാലും മേക്കപ്പ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന വിഷ് കെയറിൻ്റെ ടിൻഡർ ലിപ് ബാമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഹെയർ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ നമുക്ക് എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സിമ്പിളിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ആക്കുന്നത്. സോ നമുക്കത് ഫേസ് ഫുള്ളായിട്ട് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഫേസിലൊന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ ബാക്കി മേക്കപ്പ് ചെയ്യണം. എപ്പോഴും അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആകെ ഒരു സ്റ്റിക്കി പോലെ തോന്നും കേട്ടോ. പോരാൻ കുറച്ച് പണിയാണല്ലോ, അല്ല ഒന്ന് വേഗം കിട്ടി. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കി ചെയ്യാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യൽ. പക്ഷേ ഇപ്പോൾ പുറത്തേക്കൊന്നും പോകണില്ല, വെറുതെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സൺസ്ക്രീൻ യൂസ് ആക്കേണ്ടത്. പിന്നെ ഞാൻ ഈ ഒരു ഡോട്ട് ആൻഡ് കിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ അപ്ലൈ ചെയ്യൽ. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നേരെ BB ക്രീം അപ്ലൈ ചെയ്യാം. നേരത്തെ ഞാനിപ്പോൾ പുതുതായി എടുത്തു കേട്ടോ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ഈ ഒരു ബ്ലൂ ഹെവൻ്റെ BB ക്രീമാണ് ഇപ്പോൾ യൂസ് ആക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. പിന്നെ കൺസിസ്റ്റൻസി ഇത് അങ്ങനെ കേട്ടോ, കണ്ടോ. ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ബ്ലൂ ഹെവൻ്റെ പ്രോഡക്റ്റ്സ് ഒന്നും ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. അപ്പോൾ ബ്ലൂ ഹെവൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് മേടിക്കണതാണ് ഈ ഒരു BB ക്രീം. ഞാനൊരു ലോക്കൽ ഷോപ്പിൽ കണ്ടപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് മേടിച്ചാണ്. ബ്ലൂ ഹെവൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ യൂസ് ആക്കണവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. BB ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫേസിലൊരു ഓയിലി പോലെ ഉണ്ട്, കുഴപ്പമില്ല. കയ്യിലൊരു ഓയിലി പോലെ ഉണ്ട്. ഇതല്ലാതെ കണ്ടോ, ഓയിലി പോലെ ഉണ്ട്. അപ്പോൾ വലിയ സുഖം തോന്നണില്ല ഇത് അപ്ലൈ ചെയ്തിട്ട്. ഇനി ഐബ്രോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഐബ്രോ ഇതാ ജസ്റ്റ് വെറുതെ ഒന്ന് ഫില്ലാക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഐബ്രോ ഞാൻ ത്രെഡ് ചെയ്യാനുണ്ട്, അതുകൊണ്ടും കൂടി എത്ര ശരിയാക്കിയാലും ശരിയാവില്ല. ചെറുതായിട്ട് ഐ ഷാഡോ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഐ ഷാഡോ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ആരൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യും, ഐ ഷാഡോ പാലറ്റൊന്നും ഇല്ലാത്ത ടൈമിൽ. ഇങ്ങനെ ചെയ്യണവരാരൊക്കെയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഉള്ളത് വെച്ച് ഓണം പോലെ ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഐ ഷാഡോ റെഡി, ചെറുതായിട്ട് കേട്ടോ, ഒക്കെ കുറേശ്ശെ ഉള്ള ഇട്ട് കൊടുക്കണേ. ഇനി ഐലൈനർ ഇട്ട് കൊടുക്കാം. ഇതാ രണ്ട് കണ്ണും ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വാലിട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ എഴുതിയാൽ ശരിയാവലില്ല, എന്താവോ ഇന്ന് ശരിയായി. ഈ മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഡാസ്ലറിൻ്റെ മസ്കാരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിതേ ശരിക്കും കണ്ണാടിയിൽ നോക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് വരാം. സോ ഞാനത് മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് കണ്ണിലും മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ മുകളിലത്തെ ലേഷസിലും താഴത്തെ ലേഷസിലൊക്കെ മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ താഴെ ഞാൻ ലിപ്സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഐ ഷാഡോ എഴുതി കൊടുക്കില്ല, അതുപോലെ ചെയ്തിട്ടുണ്ട്. സോ അതങ്ങനെ. അപ്പോൾ ഇനി ബ്ലഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ബ്ലഷും അപ്ലൈ ചെയ്തിട്ടുണ്ട്. മൂക്കിൻ്റെ ഈ തുമ്പത്തും കൂടി അപ്ലൈ ചെയ്യാം. ബ്ലഷിൻ്റെ ഒരു കാലാണല്ലേ, അപ്പോൾ ബ്ലഷ് ഇടാതെ ആരും പുറത്തൊന്നും ഇറങ്ങുന്നതല്ല. പണ്ട് ഇത് ബ്ലഷ് ഇടുമ്പോൾ എല്ലാവരും കളിയാക്കും, ഇതെന്താ കവളത്ത് വാരി തേച്ചിക്കണുണ്ട്. പിന്നെ ആ ഇടണ കോലം അങ്ങനെ തന്നെ കാരം, പിന്നെ അവരും കുറ്റം പറയാൻ പറ്റില്ല. ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലഷീസിൻ്റെ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ അത്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായില്ല കേട്ടോ. വെറുതെ പൈസ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അത് കുഴപ്പമില്ല, നല്ലൊരു ന്യൂഡ് കളർ കിട്ടും ലിപ്പിന്. സോ ഞാനത് അപ്ലൈ ചെയ്യട്ടെ.
അതാ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഇട്ടപ്പോഴാണ് ഒരു ജീവൻ വെച്ചത്. ഞാനിപ്പോൾ എവിടെ പോകാനും ലിപ്സ്റ്റിക്കോടെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമായി മാറിയിട്ടുണ്ട്. അത്രക്ക് എവിടെ പോകുമ്പോൾ ഇപ്പോൾ ലിപ്സ്റ്റിക്കാണ്. സോ എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്കായി മാറിയിട്ടുണ്ട് ഈ ഒരു ബ്ലഷീസിൻ്റെ ന്യൂഡ്. അപ്പോൾ ഇത് വേണ്ടവർക്കൊക്കെ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് പൗഡർ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഫേസ് മേക്കപ്പ് കഴിയും. അപ്പോൾ ഞാൻ പൗഡർ ഇട്ടേ. അപ്പോൾ ആ പൗഡർ ഇട്ട് വന്നിട്ടുണ്ട്. ഇനി മുടി കെട്ടുക, പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. ഇത് രണ്ടും കേട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ മുടിയും കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ 2 ഇയറിങ്സ് ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ കയ്യിലൊരു വള ഇട്ട് കൊടുക്കണം, ഇയർ കയ്യിൽ. സോ ഞാൻ ഇയറിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇയറിങ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ബാംഗിളും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ലുക്ക് ഫുൾ കംപ്ലീറ്റ് ആവും കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അധികം ഞാൻ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇത്ര ഉള്ളൂ ചെയ്യൽ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടമാണെന്ന് പറയണം. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ.